എല്ലാവർക്കും DIY വില്ലേജിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടൊരു പലഹാരമാണ് ജിലേബി. അപ്പോൾ എന്തായാലും എൻ്റെ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം തന്നെ നമുക്ക് പഞ്ചസാരപ്പാനി ഉണ്ടാക്കാം. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവുമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഏലക്ക പൊടിച്ചതോ കുറച്ച് കുങ്കുമപ്പൂവോ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏലക്കയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാനിനി എഡിബിൾ ഫുഡ് കളർ റെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് വരെയെങ്കിലും നന്നായി തിളപ്പിച്ചിട്ട് ഓഫാക്കാം. ചുമന്ന നിറത്തിലുള്ള പഞ്ചസാര പാനിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞ നിറത്തിലുള്ളതും കൂടി ഉണ്ടാക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്യണം. ഇനി അതിലേക്ക് യെല്ലോ എഡിബിൾ ഫുഡ് കളർ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതും ഒരു 4-5 മിനിറ്റ് നന്നായി തിളപ്പിച്ച് കഴിഞ്ഞ് മാത്രമേ അടുപ്പിൽ നിന്ന് മാറ്റാൻ പാടുള്ളൂ. അത് തണുത്ത് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ജിലേബിയുടെ മാവ് തയ്യാറാക്കലാണ്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് 1/4 മുതൽ 1/2 കപ്പ് വരെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മാവ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകരുത്. ഈ ഒരു തിക്നെസ് എങ്കിലും വേണം. നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വെള്ളത്തിനളവ് കൂടിക്കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഷേപ്പും കിട്ടില്ല, പിന്നെ ക്രിസ്പി ആയിട്ടും കിട്ടില്ല. ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഞാനത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ജിലേബി പൊരിച്ചെടുക്കാം. ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതേപോലൊരു അരിപ്പക്കായലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് നമ്മുടെ ജിലേബി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാ ഭാഗവും ഒന്ന് ചൂടായ ശേഷം പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കയ്യിൽ നന്നായി ചൂടായ ശേഷം മാത്രമേ നമ്മൾ ഇടാൻ പാടുള്ളൂ. ഇതേപോലെ ഷേപ്പിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടായ ശേഷം ഒന്ന് ഇളക്കി എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഉണ്ടാക്കിയ ജിലേബി നേരെ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയമായി. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചുമന്ന ജിലേബിയും ഇതേപോലെ തന്നെ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 കളറിലാണ് യൂസ് ചെയ്തത്, ചുമപ്പും മഞ്ഞയും. പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ അവിടെ കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.